ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പല ആളുകൾക്കും അറിയാം, എന്നാൽ അറിയാത്തവർക്കായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. ഗ്യാസ് സിലിണ്ടർ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞാൽ രണ്ടാമത് ആയിട്ട് അത് മാറ്റാൻ നോക്കിയാൽ നമ്മളിൽ പലർക്കും അറിയില്ല, അറിയാത്തൊരു പ്രോബ്ലമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകിച്ചും തുടക്കക്കാരായ കുട്ടികൾക്ക്, കിച്ചണിൽ ആദ്യമായി പ്രവേശിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ റെഗുലേറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് അതിൻ്റെ ബട്ടനാണ്, ഓൺ ബട്ടന്, ഓഫ് ബട്ടന്. ഇത് മേലോട്ടാക്കിയാൽ സിലിണ്ടർ ഗ്യാസ് ഓണാവും, താഴോട്ടാക്കിയാൽ അത് ഓഫാകും കേട്ടോ. ഇതുപോലെ താഴേക്കാക്കി. പിന്നെ അതിൻ്റെ ലോക്ക് ബട്ടനാണ് താഴെ റൗണ്ടിൽ വെള്ള കളറിൽ കാണുന്നത്. ചിലത് കറുപ്പ് കളറിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പഴയ സിലിണ്ടറിൽ നിന്ന് അത് വേർപെടുത്താം, റെഗുലേറ്ററിനെ. അതിന് വേണ്ടിയിട്ട് ഈ സ്വിച്ച്, അത് ബട്ടന്, ഓൺ ബട്ടന് നമുക്ക് ഒന്ന് എന്താ പറയുക, ഓഫ് ചെയ്യാം, താഴോട്ടാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ താഴോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മേലോട്ട് വലിച്ചാൽ അത് വരും. ആ താഴെയുള്ള റൗണ്ടിലുള്ള ലോക്ക് ബട്ടൺ കേട്ടോ. ഇനി അത് പുതിയ സിലിണ്ടറിൽ നിന്നും ഈ മൂടി എങ്ങനെ എടുക്കാൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ ലോക്ക്, മൂടിയുടെ. എന്തോ ആ കയറിൽ ഇങ്ങനെ ഒരു കമ്പിയിൽ കെട്ടിയിട്ടുണ്ടാവും. അതിങ്ങനെ വലിച്ചിട്ട് മേലോട്ട് വലിക്കണം. ആദ്യം നമ്മൾ പുതിയ സിലിണ്ടറിൽ നിന്ന് ഈ സ്റ്റിക്കർ എടുക്കാം കേട്ടോ. അതിങ്ങനെ കയറ് വലിക്കുമ്പോൾ അവിടെ പൊട്ടും. അപ്പോൾ നമ്മളതിങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഈ കയറിൽ വലിച്ചിട്ട് ഇങ്ങനെ മേലോട്ട് പൊക്കിയാൽ ആ മൂടി വരും സിലിണ്ടറിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ഈ ബട്ടന്, ഓൺ ബട്ടന്, ഓഫ് ബട്ടന് അതൊന്ന് ഓഫ് ചെയ്തിട്ട്, അതായത് താഴേക്കാക്കിയിട്ട് ഇതുപോലെ ആ ലോക്ക് സിസ്റ്റം അത് പൊക്കി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട്. അപ്പോൾ അതങ്ങനെ തന്നെ താഴെ ഇറങ്ങിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് താത്തിയിട്ട് ഇതുപോലെ പിടിച്ച് പൊക്കിയാൽ വരാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പൊക്കുമ്പോൾ ടൈറ്റായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി നടത്തും. അപ്പോൾ നമുക്ക് ഈ ബട്ടനൊന്ന് ഇനി മേലോട്ടാക്കിയിട്ട്, അതായത് ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴും പിന്നെ സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്കിത് ഓൺ ചെയ്യാം, ഗ്യാസ്. പിന്നെ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്താൽ മതി കേട്ടോ. തുടക്കക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, അതിന് വേണ്ടി പറയണതാണ്. ചില ഗ്യാസൊക്കെ നല്ല ആളി കത്തും. അപ്പം നമ്മളിങ്ങനെ സിമ്മിൽ വെച്ച് കത്തിക്കുമ്പോൾ പിന്നെ അതങ്ങനെ ഹൈ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.